ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സൂപ്പർ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റൈസും നല്ലൊരു കറിയുമാണ്. ഹെവിയാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരു മട്ടൻ കറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെയ്ച്ചോറുമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. മട്ടൻ ഒക്കെ വലിയ താല്പര്യം ഇല്ലാത്തവരും ഇങ്ങനൊന്ന് കറി വെച്ച് നോക്കണം. സൂപ്പറാണ്, നിങ്ങളിത് കഴിച്ചു പോകും. ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാം. 1 കിലോ മട്ടനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ മട്ടൻ വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി സ്പൈസസും പൊടികളും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 3/4 ടേബിൾ സ്പൂണിനടുത്തുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊരു എണ്ണമയം വേണം. അതിന് വേണ്ടിയാണ് 3/4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. 5 ഗ്രാമ്പു, 5 ഏലക്ക, 2 ചെറിയ പീസ് പട്ട, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3/4 ടേബിൾ സ്പൂണിനടുത്തുള്ള കുരുമുളക്, 15 തൊട്ട് 20 അല്ലി വരെ വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി. വെളുത്തുള്ളിയുടെയൊക്കെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കേണ്ടത്. ആദ്യം നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി കളറൊന്നും മാറി ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട. ചെറുതായിട്ട് ലൈറ്റായിട്ട് അതിൻ്റെ കളർ മാറുമ്പോഴത്തേന് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് വിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തൊന്നും പോണ്ട, ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ചൂടത്ത് തന്നെ ഇരുന്നിട്ട് ഈ പൊടികളൊക്കെ മൂത്ത് കിട്ടിക്കൊള്ളും നന്നായിട്ട്. എന്നിട്ട് തണുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ അരയ്ക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതാണ്. ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവാക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് മട്ടൺ അത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് മട്ടൺ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. മട്ടൺ ഒത്തിരി വേവുള്ളതും കൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വലിയ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളൂടെ ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസാണ്. റൈസിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു നല്ല ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് 1/2 സവോളയാണ്, മീഡിയം സൈസിലുള്ള 1/2 സവോള ഞാൻ എടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ആദ്യം കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ടും ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി റൈസ് റെഡിയാക്കാം. ഇത് ഗാർണിഷ് ചെയ്യാനുള്ള സാധനമാണ്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേലീസ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ 3 ഗ്ലാസ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ജീരകശാല റൈസാണ്. അത് നേരത്തെ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കൂത്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വെള്ളം തോർത്തി എടുത്തിട്ടാണ് നമ്മളിത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ അടുത്തുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും 4 പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ അരി. ഒത്തിരി മൂത്തൊന്നും പോണ്ട. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ 3 ഗ്ലാസ് അരിക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ കുറച്ച് നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് നാരങ്ങയുടെ തോലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോടും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം തിള വരുമ്പോഴത്തേക്കിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല തിള വരുമ്പോഴത്തേന് നമുക്കത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കാം.
അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 7 വിസിലാണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ മട്ടൺ ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ നേരത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. താളിച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ അവസാനം ഇങ്ങനെ താളിച്ച് ചേർക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ മട്ടൻ കറി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതുമാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. മട്ടൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കി വളരെ എളുപ്പം തന്നെയാണ് ഈ കറി റെഡിയാക്കി എടുക്കാൻ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ റൈസും കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇടയ്ക്ക് ഞാൻ 2-3 തവണ നോക്കിയിരുന്നു. നമ്മുടെ റൈസ് ഇപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്നട്ട്, കിസ്മിസ്, നമ്മുടെ ഉള്ളി വറുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ആ മല്ലിയിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ, ആ ഉള്ളി വറുത്തതിൻ്റെയൊക്കെ ഫ്ലേവർ റൈസിലോട്ട് ഇറങ്ങുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് റെഡിയായി. ഞാൻ ഓപ്പൺ ആക്കി. നല്ല ഫൈനായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറും കൂട്ടത്തിൽ തന്നെ നല്ല കോമ്പിനേഷനായിട്ടുള്ള മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ 2 മട്ടൻ കറിയും നെയ്ച്ചോറും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.